ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് സാന്ദ്ര. ഞാൻ വരുന്നത് ഇടുക്കി കട്ടപ്പന എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ്. ഞാൻ 2018 ബിഫാം പാസ് ഔട്ടായ ആളാണ്. 2019 ജനുവരി മുതൽ കാനഡയിൽ സ്റ്റുഡൻറ്റ് വിസയിൽ പോയി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. 5 വർഷമായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പലവിധ കാരണങ്ങൾ കൊണ്ട്, പലവിധ തടസ്സങ്ങൾ മൂലം എനിക്കിതുവരെ പോകാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഞാൻ പലതവണ IELTS എക്സാം എഴുതിയതാണ്. ഓരോ തവണയും നല്ല സ്കോറോടുകൂടി പാസ്സാവാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് തടസ്സങ്ങൾ മാറുന്നില്ലായിരുന്നു. അങ്ങനെ 2022 ഡിസംബറിൽ ഞാൻ വീണ്ടും IELTS എക്സാം എഴുതി. അപ്പോഴും എനിക്ക് 7.5 സ്കോർ കിട്ടി, പാസ്സാവാൻ പറ്റി. എങ്കിലും എഡ്യൂക്കേഷൻ ലോണിന് നോക്കുമ്പോഴും ഓരോ കാര്യത്തിലും തടസ്സങ്ങളാണ്. എഡ്യൂക്കേഷൻ ലോൺ നോക്കുമ്പം ആദ്യം ബാങ്കുകാർ തരും, ലോൺ പാസ്സാവും എന്നുള്ള രീതിയിൽ നിൽക്കും. പക്ഷേ പിന്നീട് മാസങ്ങൾ അതിൻ്റെ പുറകെ നടന്നു കഴിയുമ്പം അവസാനം എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ മൂലം എനിക്ക് ലോൺ കിട്ടിയിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ അച്ഛൻ്റെ സഹോദരൻ, ചേട്ടൻ പൈസ തന്ന് സഹായിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പപ്പ എന്നാണ് വിളിക്കുന്നത്. പപ്പയുടെ സ്ഥലം KSFEയിൽ വെച്ച് എനിക്ക് ലോൺ എടുത്ത് ഫീസ് അടയ്ക്കാനുള്ള പൈസ അങ്ങനെ ആയി. അങ്ങനെ ഞാൻ ഫീസ് അടച്ചു കഴിഞ്ഞിട്ടും എൻ്റെ തടസ്സങ്ങൾ മാറുന്നില്ല. ഫീസ് അടച്ച് ലാസ്റ്റ് ഡേറ്റിന് മുന്നേ ഞാൻ ഫീസ് അടച്ചതാണ്. എങ്കിലും എനിക്ക് കോളേജിൽ നിന്ന് മെയിൽ വന്നു, അവർക്കിതുവരെ അവിടെ ഫീസ് അവിടെ എത്തിയിട്ടില്ല, അതുകൊണ്ട് എൻ്റെ ഇത് ക്യാൻസൽ ആകുവാണ് എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് മെയിൽ വന്നു. അപ്പം വളരെയധികം വിഷമിച്ചു പോയി. കാരണം ഇത്രയും ലോൺ എടുത്ത് പൈസ അടയ്ക്കുകയും ചെയ്തു, കോഴ്സ് ക്യാൻസൽ ആകുകയും ചെയ്തു. അങ്ങനെ വളരെയധികം വിഷമിച്ചിരിക്കുന്നപ്പോഴാണ് എന്നോട് എൻ്റെ അമ്മ പറയുന്നത്, ഇങ്ങനെ കൃപാസനത്തിൽ ചെന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക, ഒരുപാട് അനുഗ്രഹങ്ങൾ നടന്നിട്ടുണ്ട്, പോകുന്ന എല്ലാവർക്കും അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്, അതുപോലെ നീയും പോവുക, നിൻ്റെ കാര്യങ്ങളും നടക്കും എന്ന് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ കൃപാസനത്തിൽ വരാൻ തീരുമാനിച്ചു. അങ്ങനെ സെപ്റ്റംബർ മാസം 2023 സെപ്റ്റംബർ മാസത്തിൽ ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിന് ശേഷം അന്നു മുതൽ എൻ്റെ ഓരോ തടസ്സങ്ങൾ മാറാൻ തുടങ്ങി. എനിക്ക് കോളേജിൽ നിന്ന് ഫീസ് അവർക്ക് കിട്ടി, അവരുടെ ഭാഗത്തു നിന്ന് വന്ന മിസ്റ്റേക്കാണ്. എൻ്റെ കോഴ്സ് ക്യാൻസൽ ആയിട്ടില്ല, എനിക്ക് കണ്ടിന്യൂ ചെയ്യാം എന്നുള്ള രീതിയിൽ എനിക്ക് മെയിൽ വന്നു. അങ്ങനെ ഓരോ തടസ്സങ്ങൾ എനിക്ക് മാറിക്കൊണ്ടേയിരുന്നു. പിന്നെ കാനഡയുടെ സ്റ്റുഡൻറ്റ് വിസയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു 3 മാസം മുന്നേ എങ്കിലും വിസയ്ക്ക് അപ്ലൈ ചെയ്യണം. അങ്ങനെ ചെയ്താലേ നമുക്ക് പോകാനുള്ള സമയമാകുമ്പോഴത്തേനും വിസ കിട്ടുകയുള്ളൂ. പക്ഷേ എനിക്ക് എൻ്റെ ഫീസും അടച്ച് എല്ലാം റെഡിയായി വന്നപ്പോഴത്തേനും ഡിസംബർ 1-ാം തീയതിയായി. എനിക്ക് ജനുവരി 2-ാം തീയതിയാണ് ക്ലാസ് തുടങ്ങുന്നത്. അപ്പോൾ ഡിസംബർ 1-ാം തീയതിയാണ് എനിക്ക് ബയോമെട്രിക്സും കൂടെ കഴിഞ്ഞാലേ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഡിസംബർ 4-ാം തീയതി കോളേജിൽ ഒരു ഫോം ഫില്ല് ചെയ്ത് അയക്കണം. ഞാൻ കാനഡയിലെ ഫാൻഷോ കോളേജിലാണ് നോക്കുന്നത്. അപ്പോൾ കോളേജിൽ ഒരു ഫോം ഫില്ല് ചെയ്ത് അയക്കണം. ആ ഫോം ഫില്ല് ചെയ്യണമെങ്കിൽ വിസ വരണം, വിസയുടെ ഒരു കോപ്പി വെച്ച് വേണം ആ ഫോം ഫില്ല് ചെയ്ത് അയക്കാൻ. അപ്പം അത് ഡിസംബർ 4-ന് മുന്നേ അത് അവിടെ ചെന്നില്ലെങ്കിൽ വീണ്ടും എൻ്റെ കോഴ്സ് ക്യാൻസലാകും എന്ന് പറഞ്ഞ് വീണ്ടും എനിക്ക് കോളേജിൽ നിന്ന് മെയിൽ വന്നു. ഡിസംബർ 1-ാം തീയതി ബയോമെട്രിക്സ് കഴിഞ്ഞു. 2-ാം തീയതിയാണ് ശരിക്കും എൻ്റെ വിസയ്ക്ക് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ പോകുന്നത്. അപ്പോൾ വളരെയധികം ഞാൻ വിഷമിച്ച് കരഞ്ഞ് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഇത്രയൊക്കെ ആയിട്ടും എൻ്റെ കാര്യം മുന്നോട്ട് പോകുന്നില്ലല്ലോ, പകുതി വഴി വെച്ച് മുടങ്ങി പോകുവാണല്ലോ എന്ന് ഞാൻ മാതാവിനോട് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം എന്തോ ഒരു തോന്നൽ തോന്നി. ഞാൻ യൂട്യൂബ് എടുത്തു കഴിഞ്ഞപ്പം ആദ്യം വന്നിരിക്കുന്നത് കൃപാസനത്തിലെ ഒരു സാക്ഷ്യമാണ്. ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ വെച്ച് ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ച ഒരു സഹോദരിക്ക് വളരെ അത്ഭുതകരമായി ആ ഡേറ്റിൽ തന്നെ അവരുടെ കാര്യം ലഭിച്ചു എന്ന് പറഞ്ഞുള്ള ഒരു സാക്ഷ്യമായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പം ഞാനും എനിക്കും ഡേറ്റ് വെച്ച് പ്രാർത്ഥിക്കണം എന്നൊരു തോന്നൽ വന്നു. അങ്ങനെ ഞാൻ ഡിസംബർ 3-ന് ഡേറ്റ് വെച്ചു.
ഞാൻ മാതാവിനോട് പറഞ്ഞത്, മാതാവ് ഇത്രയും നീ എന്നെ സഹായിച്ചു, ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ എങ്ങനെയെങ്കിലും നിൻ്റെ അനുഗ്രഹം എനിക്ക് വേണം. ഈ ഡിസംബർ 4 തീയതി കുറച്ചുകൂടെ എങ്കിലും കോളേജുകാർ നീട്ടി തരണമേ, എങ്ങനെയെങ്കിലും എൻ്റെ പോക്ക് നടക്കണേ എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഈ റിക്വസ്റ്റ് ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ഡിസംബർ 2 തീയതിയാണ് ഞാൻ ഡേറ്റ് വെച്ച് പ്രാർത്ഥിക്കുന്നത്. അപ്പം ഡിസംബർ 2 തീയതി ഞാൻ ശരിക്കും ബയോമെട്രിക്സ് എനിക്ക് ബാംഗ്ലൂരിലായിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിക്കാണ് ഞാനിങ്ങനെ ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചത്. വീട്ടിലെത്തിക്കഴിഞ്ഞപ്പം എൻ്റെ മനസ്സിൽ എനിക്കിങ്ങനെ തോന്നി, എന്തുകൊണ്ട് ഞാൻ കോളേജിലേക്കൊരു മെയിൽ അയച്ചുകൂടാ. ഇങ്ങനെയൊക്കെ എനിക്ക് താമസം വന്നു, ഇങ്ങനെ പൈസ അറേഞ്ച് ചെയ്യാൻ വേണ്ടി ലേറ്റായി, വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി ലേറ്റായി. അതുകൊണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും ഈ ഡിസംബർ 4 എന്നുള്ള ഡേറ്റ് മാറ്റി കുറച്ച് ദിവസങ്ങൾ കൂടെയെങ്കിലും ഈ ഡേറ്റ് ഒന്ന് നീട്ടിത്തരണം എന്ന് പറഞ്ഞ് ഞാൻ കോളേജിലേക്ക് മെയിൽ അയച്ചു. അപ്പം ഞാൻ ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചിരിക്കുന്നത് ഡിസംബർ 3 തീയതിയാണ്. അങ്ങനെ ഡിസംബർ 3 തീയതി എനിക്ക് കോളേജിൽ നിന്ന് വീണ്ടും ഒരു മെയിൽ വരികയാണ്. ഡിസംബർ 4 എന്നുള്ള എൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ 11 കോളേജുകാരെനിക്ക് മാറ്റിത്തന്നു. അങ്ങനെ അപ്പോൾ എനിക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം 10 ദിവസമേ ഉള്ളൂ ഈ ഫോം ഫില്ല് ചെയ്യാൻ. അതിനുള്ളിൽ വിസ വന്ന് എനിക്ക് ഈ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണമായിരുന്നു. അപ്പം ഞാൻ ഈ കോളേജിൻ്റെ വക വാട്സപ്പിലൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ കോളേജിലേക്ക് ജനുവരിയിൽ പോകുന്ന കുട്ടികളുടെ എല്ലാം ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഞാൻ എല്ലാവരോടും ഞാൻ അന്വേഷിച്ചു, നിങ്ങളുടെയൊക്കെ വിസ എത്ര നാളുകൊണ്ടാണ് വന്നത് എന്ന്. അവർക്കെല്ലാവർക്കും 1 മാസം 1.5 മാസം ഒക്കെ എടുത്താണ് വിസ വന്നത്. അപ്പോൾ വീണ്ടും എൻ്റെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. എനിക്ക് 10 ദിവസമേ ഉള്ളൂ വിസ കിട്ടാൻ. അപ്പം ഞാൻ ഇങ്ങനെ ഡിസംബർ 7 തീയതി പ്രാർത്ഥിച്ചപ്പോൾ രാവിലെ 5:30 ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഡിസംബർ 2024 ഡിസംബർ 7 തീയതിയാണ് മാതാവ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ അന്ന് ഇവിടെ സംഭവിച്ച പോലെ ഒരു അത്ഭുതം എൻ്റെ ജീവിതത്തിൽ നടത്തി തരണമേ എന്ന് ഞാൻ മാതാവിനോട് ആ സമയത്ത് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, എനിക്കിങ്ങനെ വിസ എങ്ങനെയെങ്കിലും വരണം, ഡിസംബർ 8 തീയതി എനിക്ക് വരണം എന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും ഈ ലൈറ്റ് ക്യാൻഡിൽ റിക്വസ്റ്റ് വെച്ച് വീണ്ടും ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ ഡിസംബർ 7 തീയതി ഒരു ഉച്ചയോടുകൂടിയാണ് ഞാൻ ഈ ഡേറ്റ് വെച്ച് പ്രാർത്ഥിക്കുന്നത്. പിറ്റേ ദിവസം ഡിസംബർ 8 തീയതി ഞാൻ ഈ കോളേജിൻ്റെ വിസ വരുന്ന എൻ്റെ സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞപ്പം ഡിസംബർ 7 തീയതി വൈകിട്ട് 7 മണിയോടെ എൻ്റെ വിസ വന്നിട്ടുണ്ട്. അതായത് വെറും 6 ദിവസം കൊണ്ടാണ് എനിക്ക് വിസ ലഭിച്ചത്. സാധാരണ എല്ലാവർക്കും 1.5 മാസം 1 മാസം 1.5 മാസം എടുത്തുകൊണ്ട് വരുന്ന ഈ വിസ എനിക്ക് വെറും 6 ദിവസം കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് അറിയില്ല എനിക്ക് എന്താ പറയേണ്ടതെന്ന്. അത് അത്രയും വലിയൊരു അനുഗ്രഹമാണ്, അത്ഭുതമാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എന്നെക്കൊണ്ടാവുന്ന വിധത്തിൽ ഞാൻ പറ്റുന്നവരെല്ലാം ഞാൻ സഹായിച്ചിട്ടുണ്ട്. പറ്റുന്നവരോടെല്ലാം ഞാൻ കൃപാസനത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്, പത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇന്ന് തന്നെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ബസ്സിനാണ് വന്നത്. ബസ്സിൽ വെച്ച് ഞാൻ കണ്ടവരോടെല്ലാം ഞാൻ കൃപാസനത്തിലേക്കാണ് പോകുന്നത്, എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു അത്ഭുതം സംഭവിച്ചു എന്ന് എനിക്ക് പറയാൻ പറ്റുന്നവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കൃപാസനത്തിലെ തൈലം കൊണ്ട് ഞാൻ എല്ലാ ദിവസവും നെറ്റിയിൽ കുരിശ് വരയ്ക്കുകയും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുകയും രോഗീ സന്ദർശനം ചെയ്യുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹം, വലിയൊരു അത്ഭുതമാണ് എൻ്റെ ജീവിതത്തിൽ നടന്നിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ നടന്ന ഈ ഒരു അത്ഭുതത്തിന് അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. പുറപ്പാടിൻ്റെ പുസ്തകം 14 അധ്യായം 14 തിരുവചനമാണ്. 5 വർഷമായിട്ട് തൻ്റെ ജീവിതത്തിൽ വിദേശത്തേക്ക് പോകണമെന്നുള്ള ആഗ്രഹമുണ്ട്, അതിന് ശ്രമിക്കുന്നു. IELTS 2 പ്രാവശ്യവും പാസ്സാകുന്നുണ്ട്, എന്നാൽ പോകാൻ സാധിക്കുന്നില്ല.
ചിലപ്പോൾ IELTS പാസ്സായിട്ട് പോലും പോകാൻ പറ്റാത്ത തടസ്സങ്ങൾ, ചിലപ്പോൾ IELTS പാസ്സാകാതിരിക്കുന്ന അവസ്ഥ, ഇങ്ങനെ പല രീതികളിൽ നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ നാം നേരിടുമ്പോൾ ഉടമ്പടി എങ്ങനെയാണ് പിന്നീട് തിരുവചനം നമ്മോട് അരുളി ചെയ്തതുപോലെ നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. നമുക്ക് ചെയ്യാൻ ഇനി ഒന്നുമില്ല. നമ്മുടെ ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നമ്മുടെ യോഗ്യതയല്ല, കർത്താവിൻ്റെ കൃപ ഒന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു അവസ്ഥയിൽ നാം എത്തുന്നു. പിന്നീട് നാം അവിടെ സീറോ ബാലൻസിൽ നിൽക്കുകയാണ്. നമുക്ക് നമ്മുടെ കരങ്ങളിൽ ഒന്നും ചെയ്യാൻ ശക്തിയല്ലാതായി തീരുമ്പോൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഉടമ്പടിയിലൂടെ ഉടമ്പടിയെടുത്ത് ഉടമ്പടി ജീവിതം പാലിച്ച് നാം മുമ്പോട്ട് പോകുമ്പോൾ കാനഡ വിസ പിന്നീട് ഈ മകൾക്ക് 5 വർഷമായിട്ടും ശ്രമിച്ചിട്ടും കിട്ടാതിരുന്നത് 6 ദിവസം കൊണ്ട് ലഭിക്കുകയാണ്. മറ്റുള്ളവർക്കൊക്കെ അതും കുറച്ച് നേരത്തെ ഇതൊക്കെ കൊടുത്തിരുന്നവർ അവർക്കും ലഭിക്കാതിരിക്കുമ്പോൾ, തൻ്റെ കൂടെയുള്ളവർക്കൊക്കെ ലഭിക്കാതിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ തൻ്റെ കാരുണ്യ പ്രവർത്തികൾ, പ്രേക്ഷിത പ്രവർത്തനം, ആത്മീയ ജീവിതത്തിലുള്ള വളർച്ച, ഇതൊക്കെയായിട്ട് ഈ മകൾ മുമ്പോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് പല കാര്യങ്ങളും സാധിക്കുക. അമ്മയോട് ഡിസംബർ 7 എന്ന് പറയുന്നു. ആ ഡിസംബർ 7 തന്നെ, ഡിസംബർ 8 കയ്യിൽ കിട്ടുന്നതെങ്കിലും ഡിസംബർ 7 തന്നെ അത് ഡിസ്പാച്ചായി. ഡിസംബർ 7 വൈകിട്ട് 7 മണിയോടെയാണ് എൻ്റെ വിസ വന്നത്, സൈറ്റിൽ അപ്ലോഡായി. പക്ഷെ ഞാൻ നോക്കുന്നത് ഡിസംബർ 8 രാവിലെ 10 മണിക്കാണ്. ഡിസംബർ 7 തന്നെ ആ വലിയ അത്ഭുതം നടന്നു. അങ്ങനെ അമ്മയോട് പറയുന്ന ഡേറ്റിലൊക്കെ തന്നെ പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന വലിയ നമുക്ക് പിന്നീട് വലിയ ആശ്വാസവും സന്തോഷവും തരുന്ന അനുഭവങ്ങളാണ് പിന്നീട് ഉണ്ടാകുക. അങ്ങനെ തനിക്ക് 5 വർഷമായിട്ടും സാധിക്കാതിരുന്നതൊക്കെ തൻ്റെ ജീവിതത്തിൽ ലൈറ്റ് ക്യാൻഡിൽ പേ റിക്വസ്റ്റൊക്കെ ഇട്ട് ഡേറ്റ് വെച്ച് പ്രാർത്ഥിക്കുമ്പോഴും ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിതം നയിച്ച് വളരെ സ്നേഹത്തോടെ, ദൈവസ്നേഹത്തോടെ നാം ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴാണ് ജീവിതത്തിലെ മാറ്റങ്ങൾ ഉണ്ടാവുക. നമുക്ക് ഈ മകൾക്ക് ലഭിച്ച കൃപയ്ക്ക് എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങൾക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.